മമ്മൂട്ടി അത്ര മോശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുവനന്തപുരം ജയിച്ചൊക്കെ സ്ഥിതിക്ക് തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ഒരു പാക്കേജ് ഉണ്ടാവും, അല്ലെങ്കിൽ മെട്രോ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. കേരളയുടെ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട മിനറൽസ് ഉള്ളൊരു ഇതാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനുള്ള റെയർ എർത്ത് കോറിഡോർ എന്തായാലും നമുക്ക് ഗുണം ചെയ്യും തന്നെയാണ് വിശ്വാസം. അല്ല, നമ്മളൊരു എയിംസിൻ്റെ കാലങ്ങളായി നമ്മൾ ചോദിക്കുന്നു, ഹൈ സ്പീഡ് ട്രെയിൻ ചോദിക്കുന്നു, ഫാസ്റ്റ് റെയിൽവേ ചോദിക്കുന്നു. ഇതൊന്നും പിന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് പ്രത്യേക ഒരു പാക്കേജ് ചോദിക്കുന്നു, നമ്മുടെ ഡിസാസ്റ്ററിനുള്ള പ്രത്യേക പാക്കേജ് ചോദിക്കുന്നു, റീഹാബിലിറ്റേഷൻ. ഇതൊന്നും കാര്യമായിട്ടൊന്നും നമുക്ക് നടന്നിട്ടില്ല ഇതുവരെ. നമുക്ക് ഇന്ത്യയിൽ ഒരു വർഷം വരുന്ന ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ തായ്ലാൻഡ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യത്തിൽ വരുന്നതിൻ്റെ പകുതിയേ ഉള്ളൂ. നമുക്ക് ഇത്രയും രാജ്യങ്ങൾ, തായ്ലാൻഡ് ഒരു 10 ഇരട്ടി സ്ഥലം നമുക്കുണ്ട്. എലക്ഷൻ നോക്കി അവർ ആ സമയത്ത് അവരങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാറില്ല, അതൊക്കെ നേരത്തെ ചെയ്യും. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിന് ആമമുട്ട എന്നുള്ള ട്രോളുകളാണ് ഇപ്പോൾ കാണുന്നത്. അല്ല, പ്രതീക്ഷിച്ച് നമ്മൾ ശരിക്കും ഇപ്പോൾ തിരുവനന്തപുരം ജയിച്ചൊക്കെ സ്ഥിതിക്ക് തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ഒരു പാക്കേജ് ഉണ്ടാവും, അല്ലെങ്കിൽ മെട്രോ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ എന്തോ നിർഭാഗ്യം അതില്ല. എന്നാലും മമ്മൂട്ടി അത്ര മോശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ 2-3 കാര്യങ്ങൾ. ഒരു റെയർ എർത്ത്, കേരളയുടെ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട മിനറൽസ് ഉള്ളൊരു ഇതാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനുള്ള റെയർ എർത്ത് കോറിഡോർ എന്തായാലും നമുക്ക് ഗുണം ചെയ്യും തന്നെയാണ് വിശ്വാസം. 2, കശുവണ്ടി, തേങ്ങ, പിന്നെ കൊക്കോ, ഇതിന് 3-നുമുള്ള ഉൽപ്പാദന പ്രക്രിയ വളർത്താനും പ്രത്യേകം പറഞ്ഞത് ഇറക്കുമതി നമുക്ക് നിർത്തണം. ആ ലെവലിലേക്ക് നമുക്ക് ആവശ്യമുള്ള കശുവണ്ടിയൊക്കെ നമ്മളിപ്പോൾ കശുവണ്ടി ഉൽപ്പാദനം ഇവിടെ തീരെ ഇല്ലാതെ, പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണത്. അപ്പോൾ അതിലല്ലാതെ നമ്മുടെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാനുള്ളൊരു പദ്ധതി നല്ലതാണ് എന്ന് എനിക്ക് തോന്നി. എത്രയോ പേര് കശുവണ്ടി തൊഴിലാളികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഈ 2 കാര്യങ്ങൾ കേരളത്തിന് എന്തായാലും ഗുണമുണ്ട്. അപ്പോൾ ആമമുട്ട എന്നുള്ളത് മാത്രമല്ല, ഇതും കൂടെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ തീർച്ചയാണ് വിചാരിച്ച അത്ര നമുക്കൊരു ഒരു ഹൈ സ്പീഡ് ട്രെയിനോ നമ്മളെ ആ ഒരു ഹൈ സ്പീഡ് കോറിഡോറിൽ കണക്ട് ചെയ്തേ ഒന്നും ചെയ്തില്ല. അതൊരു വിഷമമുണ്ട്. കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല, പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ. അത് കേരളത്തിലെ പല എംപിമാരും അടക്കം പ്രതിഷേധമായിട്ട് വരുന്നുണ്ട്. അല്ല, പദ്ധതികളുടെ കാര്യത്തിൽ കേരളത്തിന് പ്രത്യേകം ഒരു ഇതില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും അവരങ്ങനെ എനിക്ക് തോന്നുന്നു അവരിങ്ങനെ സംസ്ഥാനം വൈസിനെക്കാട്ടും കൂടുതൽ ഒരു ഭാരതത്തിൻ്റെ മുഴുവനൊരു പുരോഗതി, അതിനുള്ള ഒരു ആംഗിളാണ് എനിക്ക് തോന്നിയത്. 2047 വികസിത ഭാരതമാവണമെങ്കിൽ എവിടെയൊക്കെ വളരണം, ഏതൊക്കെ സെക്ടറുകൾ വളരണം, അപ്പോൾ അതിനുള്ള ഊന്നലാണ് തോന്നിയത്. ടെക്സ്റ്റൈൽസ് ആയാലും, മാനുഫാക്ചർ ലെതർ ആൻഡ് ഫുട്വെയർ ആയാലും, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മളൊരു നോളജ് ഇക്കോണമി ആണെങ്കിൽ നമ്മളും ഈ പദ്ധതികൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. ഇപ്പോൾ സെമി കണ്ടക്ടർ മിഷൻ 2 ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉണ്ട്, ഡേറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാവാം. ഇതൊക്കെ നമ്മളും കൂടെ എങ്ങനെ അത് പ്രയോജനപ്പെടുത്തും എന്നുള്ളതിലും കൂടെ ഇരിക്കും. പിന്നെ സ്കില്ലിംഗ് പ്രോജക്ട്സ്. അപ്പോൾ സ്കില്ലിംഗ് പ്രോജക്ട്സിന് ഏറ്റവും ഒരു ഗുണമെടുക്കാവുന്നൊരു സംസ്ഥാനം സദേൺ റീജിയൻസ് തന്നെയാണ്. പക്ഷെ നമ്മൾ എങ്ങനെ അത് നമുക്ക് പ്രത്യക്ഷമായി കേരളത്തിന് എന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ഉള്ള പദ്ധതികൾ കേരളം എങ്ങനെ ഉപയോഗപ്രദം ആക്കാം എന്നുള്ളത്. ഒന്ന് എടുത്തു പറയുവാണെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, കേരളത്തിന് ഇതിൽ നിന്ന് പ്രയോജനപ്പെടുത്താവുന്ന കാര്യങ്ങൾ ഇപ്പോൾ കേരള സർക്കാരും തന്നെ ചെറുകിട വ്യവസായത്തിന് വലിയൊരു ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ MSMEക്കുള്ള എല്ലാ MSME ചാമ്പ്യൻസ് ആക്കാനും, പിന്നെ MSME കോർപ്പറേറ്റ് മിത്രാസ് എന്നുള്ള അങ്ങനത്തെ എല്ലാ MSME ആണ് ശരിക്കും. ഇപ്പോൾ യൂറോപ്പിനെയൊക്കെ എടുത്ത് നോക്കിയാൽ അവിടെ വൻകിട വ്യവസായങ്ങളല്ല, ചെറുകിട വ്യവസായങ്ങളാണ് യൂറോപ്പിൻ്റെ ഏകദേശം ജർമ്മനിയുടെയൊക്കെ ഒരു 10-60% GDPയും അവരാണ്. അപ്പം നമുക്കിവിടെ MSMEയുടെ ഗുണം എന്താ വെച്ചാൽ ജോലിക്കും സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ MSMEസിനെ കമ്പീറ്റ് ചെയ്ത് വളർത്തി നമുക്ക് എങ്ങനെ ഇതാക്കി കൊണ്ടുവരാം. അപ്പോൾ കേരളയുടെ ഒരു ഊന്നലും വ്യവസായത്തിലുണ്ട്.
അപ്പോൾ ആ സെൻട്രൽ ഗവൺമെൻറ് MSMEക്കുള്ള ഊന്നൽ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന് നമ്മൾ നോക്കണം. 2 ഹാൻഡ്ലൂം നമുക്കുമുള്ളതാണ്, കൈത്തറി നമുക്കുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ചില കശുവണ്ടി നമുക്കുണ്ട്, കൊക്കോ ഉണ്ട്, ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ, പ്രത്യേകിച്ച് കേരളം ഒരു നോളജ് ഇക്കോണമി ആവാൻ ശ്രമിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെയുള്ള സ്കീംസ്, പിന്നെ ആ ഒരു എനിക്ക് വേറൊന്ന് ഒരു ഹൈ പവർ കമ്മിറ്റി വരുന്നു എന്ന് പറഞ്ഞു. അത് ശരിയാണ്. എന്തറിയോ, പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളും എംപ്ലോയബിൾ അല്ല, അവർക്ക് സ്കിൽസ് ഇല്ല. നമ്മൾ ഈ പരീക്ഷ കാണാപ്പാഠം പഠിച്ചു പരീക്ഷ എഴുതുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറണം. അപ്പോൾ അതെല്ലാം കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം എങ്ങനെ അത് ഇതാക്കുന്നു എന്നുള്ള ഒരു ആംഗിളിലാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ നമ്മളതിൽ നിന്ന് എടുക്കേണ്ടി വരും. പ്രത്യക്ഷമായിട്ട് കേരളത്തിനൊന്നും കാര്യമായി കൊടുത്തിട്ടില്ല. കേരളം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, നമ്മളൊരു എയിംസിൻ്റെ കാലങ്ങളായി നമ്മൾ ചോദിക്കുന്നു, ഹൈ സ്പീഡ് ട്രെയിൻ ചോദിക്കുന്നു, ഫാസ്റ്റ് റെയിൽവേ ചോദിക്കുന്നു, ഇതൊന്നും. പിന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് പ്രത്യേക ഒരു പാക്കേജ് ചോദിക്കുന്നു, നമ്മുടെ ഡിസാസ്റ്ററിനുള്ള പ്രത്യേക പാക്കേജ് ചോദിക്കുന്നു, റീഹാബിലിറ്റേഷൻ, ഇതൊന്നും കാര്യമായിട്ടൊന്നും നമുക്ക് നടന്നിട്ടില്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാവും ഇതിൽ എന്ന് പ്രതീക്ഷിച്ചിരുന്നത് നേരെ വിപരീതമായിട്ട് സംഭവിച്ചിരിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും കേന്ദ്രത്തോടുള്ള? അല്ല, എനിക്ക് പക്ഷെ കേന്ദ്രത്തിൻ്റെ ഒരു കാര്യം തോന്നിയത്, അവരങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, അവർ ഈ പദ്ധതികൾ, എനിക്ക് അവരൊരു നയം ഞാൻ കണ്ടിട്ടുള്ളത്, എലക്ഷൻ നോക്കി അവർ ആ സമയത്ത് അവരങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാറില്ല, അതൊക്കെ നേരത്തെ ചെയ്യും. പിന്നെ അവരുടെ ഒരു ലോങ് റൺ ചില കാര്യങ്ങൾ അവർ വളരെ പ്രൊഫഷണലാണ്. ഇപ്പം പീയൂഷ് ഗോയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ എല്ലാം ഇരിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ റെയിൽവേ മന്ത്രി എടുത്ത് നോക്കും, IIT കാൺപൂരിലെ അലുമിനൈ ആണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷണലിസം എന്തായാലും ഉണ്ട്. അപ്പോൾ അവരങ്ങനെ ചെറിയ ചെറിയ ഇതിലൊന്നും ഇതാക്കാതെ അവരുടെ ഗോള് വളരെ ക്ലിയറാണ്. 2047 ഭാരതം, നമ്മളിപ്പോൾ ലോകമെമ്പാടും നമ്മൾ വിശ്വസിച്ചു തുടങ്ങി. ലോകമെമ്പാടും കോവിഡിന് ശേഷം China +1 എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി. ആ China +1 നമ്മളായിരിക്കണം. അതിനുള്ളൊരു ക്യാപിറ്റലൈസേഷൻ നമ്മൾ ചെയ്യണം. ആ ക്യാപിറ്റലൈസേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ മാസീവായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, അതാണ് അവർ പറഞ്ഞത്. സബ്സിഡിയൊക്കെ കൊടുക്കാം, പക്ഷേ സബ്സിഡി വിത്ത് പെർഫോമൻസ് എന്നാണ് ബഡ്ജറ്റിൽ പറഞ്ഞു. ഒരു സബ്സിഡി കൊടുത്ത് ഒരു വ്യവസായത്തെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസും ഉണ്ടാവണം, അല്ലെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം അതിന്, പ്രൊഡക്റ്റീവ്, അല്ലാണ്ട് ഇറ്റേണൽ സപ്പോർട്ടല്ല. അപ്പോൾ ഭാരതത്തിന് എന്തായാലും ഒരു പിന്നെ നമുക്ക് പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസി ഇല്ല, അത് ആഗോളതലത്തിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല, അതുള്ള സത്യാവസ്ഥയാണ്. അപ്പോൾ ഒരു ഭാരതം ആ China +1 എന്നുള്ള സ്ട്രാറ്റജിയിൽ അതൊന്ന് മുതലെടുത്ത് നമ്മൾ ആ ഒരു പൊസിഷനിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി കൂടുക തന്നെ വേണം. അതിനുള്ളൊരു റോഡ് മാപ്പായിട്ട് എന്താ വെച്ചാൽ ഈ ബഡ്ജറ്റിൽ 4 കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. ഹൈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, കഴിഞ്ഞ വർഷം 11 ലക്ഷം കോടി എന്നുള്ളത് ഇപ്പോൾ 12.25 ലക്ഷം കോടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ ഹൈ സ്പീഡ് കോറിഡോറും ഇതൊക്കെ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നു. 2, ജോലി സാധ്യതകൾ, ജനങ്ങൾ. ഈ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം പോരാ, നമുക്കിപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്. നമ്മുടെ ശരാശരി ആൾക്കാരുടെ ആവറേജ് ഏജ് 28ആണ്. അപ്പം നമുക്ക് ആ ഒരു യുവതലമുറയുണ്ട്, നമുക്ക് തൊഴിൽ ഫോഴ്സുണ്ട്. ആ ഫോഴ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അവർക്കുള്ള സ്കിൽസ് വേണം. അപ്പോൾ ഇപ്രാവശ്യം നോക്കിക്കോളൂ, സ്കില്ലിങ്ങിനും എംപ്ലോയ്മെൻറ്റിനും വളരെയധികം ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആ ഒരു കാര്യം, നമ്മുടെ ആ ഒരു യുവജനങ്ങളെ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവാക്കി മാറ്റാം എന്നുള്ളൊരു ഊന്നൽ കൊടുത്തിട്ടുണ്ട്. 3, ഇവർക്ക് ജോലിയും ഇതൊക്കെ വേണമെങ്കിൽ MSME അനദർ എഞ്ചിൻ, അതിന് ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 2-3 ഘടകങ്ങളിലാണ്. പിന്നെ ട്രഡീഷണൽ സെക്ടേഴ്സ്, അതായത് ഞാൻ പറഞ്ഞ മാതിരി ടെക്സ്റ്റൈൽസ്, അതും വെറും ടെക്സ്റ്റൈൽസ് അല്ല, മാൻമെയ്ഡും ഇതും മാത്രമല്ല ടെക്നിക്കൽ ടെക്സ്റ്റൈൽസും കൂടെ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റൈൽസ്, ലെതർ, ടൂറിസം ഭയങ്കര നല്ല പൊട്ടൻഷ്യലല്ലേ. ഇന്ത്യക്ക് ഏറ്റവും പൊട്ടൻഷ്യലുള്ളൊരു സാധനമാണ് ടൂറിസം. മന്ത്രി തന്നെ എടുത്തു പറഞ്ഞു, നോക്കൂ, ഇന്ത്യയിൽ ഒരു വർഷം വരുന്ന ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ തായ്ലാൻഡ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യത്തിൽ വരുന്നതിൻ്റെ പകുതിയേ ഉള്ളൂ. നമുക്ക് ഇത്രയും രാജ്യങ്ങൾ, തായ്ലാൻഡിൻ്റെ ഒരു 10 ഇരട്ടി സ്ഥലം നമുക്കുണ്ട്. അപ്പം നമ്മളത് ശരിക്കും ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനുള്ള കുറേ പദ്ധതികൾ
പ്രൊഫഷണലി ട്രെയിൻഡ് ഗൈഡുകളെ ഉണ്ടാക്കുക. പിന്നെ നമ്മളെല്ലാം സ്ലോലി നമ്മളിനി കെയർ ഇക്കോണമിയിലോട്ട് പോകും. അപ്പോൾ ഒരു അസിസ്റ്റഡ് കെയർ ഹെൽത്ത് പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ പൊതുവേ ഒരു ഊന്നൽ കൊടുക്കുന്നത് സ്കില്ലിങ്ങും മാൻ പവറും ജോബ് എംപ്ലോയ്മെൻറ്റ് ഒരു ഊന്നൽ കണ്ടു, MSMEയുടെ മുകളിലൊരു ഊന്നൽ കണ്ടു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു സ്ട്രാറ്റജി. എനിക്ക് തോന്നിയത് വികസിത് ഭാരത് 2047 ഒരു പാത്വേ ഇതിലൂടെയാണ്. ബഡ്ജറ്റ് അങ്ങനെ ഒരു പാത്തായിട്ടാണ് എനിക്ക് ബഡ്ജറ്റിനെ ഞാൻ റീഡ് ചെയ്തത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ കണ്ടിരുന്നു, അത് എത്രത്തോളം കേരളത്തിൽ പ്രായോഗികമാണ്? അല്ല, സ്ത്രീകൾ 2005 മുതൽ തന്നെ ഇവരൊരു ജെൻഡർ ബഡ്ജറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജെൻഡർ ബഡ്ജറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഈ മൊത്തം പദ്ധതികളിലെ ചിലവാക്കുന്ന ഫണ്ടിൽ എത്ര സ്ത്രീകൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്ന് വെറുതെ ഒന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അത് 2005 മൊത്തം ബഡ്ജറ്റിൻ്റെ 4% അപ്പോൾ ഈ ബഡ്ജറ്റിൽ 9%. അത് നല്ല കാര്യമാണ്. അതിൽ ഒരു ഇതിൽ പക്ഷെ എൻ്റെ ഒരു കൺസേൺ എന്താ വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം 8.67 ആയിരുന്നപ്പോൾ ചിലവാക്കിയത് 8%. അപ്പോൾ നമ്മൾ വകയിരുത്തിയാൽ മാത്രം പോരെ. അതേസമയം ബഡ്ജറ്റിൽ 98% അവർ ചിലവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ജെൻഡർ റെസ്പോൺസീവ് ബഡ്ജറ്റിൽ 88% ഉള്ളൂ. അപ്പോൾ ഉള്ള പണം മുഴുവൻ ചിലവാക്കിയില്ല എന്നൊരു ഇതുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വിഹിതം കൂട്ടി 9.37 മറ്റേ ആയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്ക് ചില കൺസേൺസ് ഉണ്ട്. എന്താ വെച്ചാൽ അവർ പറയുന്നത് വികസിത് ഭാരതത്തിൻ്റെ ഒരു പാത്വേ ആണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 2047 ആകുമ്പോഴേക്കും 70% സ്ത്രീകളും തൊഴിൽ മേഖലയിൽ ഒന്നുമില്ലേ വ്യവസായ സംരംഭകരായിട്ടോ അല്ലെങ്കിൽ ജോലിക്കാരായിട്ടോ തൊഴിൽ മേഖലയിൽ കയറി വരണം എന്നാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ കയറി വരണമെങ്കിൽ ഒരു സ്ത്രീകൾക്ക് നമ്മളിപ്പോഴും ഭാരതത്തിൽ ഇപ്പോഴത്തെ ഒരു 2024 ഒരു ടൈം യൂസ് സർവേ വന്നു. ടൈം യൂസ് സർവേയിൽ പറയുന്നത് സ്ത്രീകൾ 6 മണിക്കൂർ ഒരു ദിവസമാണ് അൺപെയ്ഡ് ഡൊമസ്റ്റിക്കും കെയർ വർക്കും, വീട്ടുജോലിയും കെയർ വർക്കും കൂടെ 6 മണിക്കൂറാണ് ഒരു ദിവസം ചെയ്യുന്നത്. ശരാശരി പുരുഷന്മാർ 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ബാക്കി സമയം അവർക്ക് ജോലിക്ക് പോകാം. സ്ത്രീകൾ 6 മണിക്കൂർ ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ജോലിക്ക് പോകാനാണ്? അപ്പോൾ ഒരു കെയർ ബേർഡൻ കുറയ്ക്കണം. അതിനുള്ള ക്രഷ് ഫെസിലിറ്റീസ്, ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള ക്രഷ് ഫെസിലിറ്റി, ഡേ കെയർ എൽഡേഴ്സിനുള്ള ഫെസിലിറ്റി, പിന്നെ 2 സ്ത്രീകൾ ജോലിക്ക് പോകണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ സേഫായിരിക്കണം, അവരുടെ സേഫ്റ്റി വളരെ നോക്കണം. ഇതിനുള്ള പദ്ധതികൾക്കൊന്നും ഒരു ഊന്നൽ ഞാൻ കണ്ടില്ല. ഞാനപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റ് എടുത്തു നോക്കി. മിഷൻ ശക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷയ്ക്കുള്ളതാണ്. 3000 എത്രയോ കോടി വെച്ചിട്ട് ആകെ 2000 കോടിയെ ചിലവാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ സുരക്ഷയ്ക്ക് നമ്മൾ കണ്ടത്ര ഒരു ഊന്നൽ കിട്ടുന്നില്ല. സുരക്ഷിതമല്ലാത്തൊരു അവസ്ഥയിൽ സ്ത്രീകൾക്ക് രാത്രിയൊക്കെ ജോലിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ലേബർ കോഡ് റിലാക്സ് ചെയ്തു, ലേബർ കോഡെല്ലാം റിവൈസ് ചെയ്തു. അതിലൊരെണ്ണം പറയുന്നത് സ്ത്രീകൾ കൂടുതൽ മാനേജീരിയൽ പൊസിഷനിലൊക്കെ വരാൻ ഒരു റീസെൻറ്റ് എക്കണോമിക് സർവേ തന്നെ പറയുന്നത് പല ഫാക്ടറികളിലും രാത്രി സ്ത്രീകൾക്ക് ജോലിയെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല, അത് സേഫ് അല്ല എന്ന് പറഞ്ഞു. എല്ലാ വ്യവസായങ്ങൾക്കും അത് നിബന്ധനകളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഏത് ജോലിയിൽ വേണമെങ്കിൽ പ്രവേശിക്കാം, രാത്രി ഇതൊക്കെ ചെയ്യാം. പക്ഷേ അതിൽ തന്നെ പറയുന്നുണ്ട് സുരക്ഷിതമായ സാഹചര്യം, സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാക്കണം. അങ്ങനെ ഒന്നതായിട്ട് ഈ റെസ്ട്രിക്ഷൻസും നിബന്ധനകളും എടുക്കുമ്പോൾ അതനുസരിച്ച് ഒരു സ്ത്രീകളുടെ സുരക്ഷയ്ക്കുള്ള പദ്ധതികൾ നമ്മൾ കാണണം. പക്ഷെ അത് കമ്പനി എടുക്കുന്നുള്ളതാണെങ്കിൽ കമ്പനിയിൽ മാത്രമേ കമ്പനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ട്രാവലും ഇതുമൊക്കെ കോമൺ ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കേണ്ട സ്ഥിതി വരുമ്പോൾ അതിനെല്ലാം ഒരു സുരക്ഷയ്ക്ക് നമ്മൾ ഊന്നൽ കൊടുക്കണമായിരുന്നു. അത് കാണുന്നില്ല. പിന്നെ ഈ ജെൻഡർ ബഡ്ജറ്റ് ഞാൻ പല പ്രാവശ്യം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 5 ലക്ഷം കോടിയോളം, അതായത് ഞാൻ പറഞ്ഞില്ലേ 53 ലക്ഷം കോടി ബഡ്ജറ്റിൻ്റെ ഏകദേശം 9-10% ഒരു 5 ലക്ഷം കോടിയോളം സ്ത്രീകൾക്കായി മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ 75% വീടുണ്ടാക്കി കൊടുക്കുക. PMAY ആവാസ് യോജന ശരിയാണ്, സ്ത്രീയുടെ പേരിൽ അസറ്റ് വരുന്നു, അതിലൊരു സംശയമില്ല. പക്ഷെ വീട്, ഭക്ഷണം, ഗരീബ് കല്യാൺ യോജന, ഭക്ഷണം കൊടുക്കുക, ഫ്രീ അരി, ജൽശക്തി, ഞാനത് പ്രാധാന്യമല്ല എന്നല്ല കേട്ടോ പറയണത്. ജൽജീവൻ മിഷൻ വളരെ പ്രധാനമാണ്. എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് വീട്ടിൽ വെള്ളം വന്നാൽ അവർക്ക് കുറച്ചും കൂടെ സമയം വെള്ളം എടുക്കാൻ പോകുന്ന സമയമൊക്കെ ലാഭിക്കാം. അതല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ വീട്, ഭക്ഷണം, വെള്ളം, പിന്നെ
സോഷ്യൽ അസിസ്റ്റൻസ് വിധവകൾക്കും അവർക്കുള്ളത് എല്ലാം എടുത്തു 75% അതാണ്. പിന്നെ അവരുടെ ഹെൽത്ത് ഇതും കൂടെ എടുത്താൽ എഡ്യൂക്കേഷൻ വിട്ടാൽ 65% ഇതാണ്. എഡ്യൂക്കേഷനും കൂടെ കുട്ടികൾ 75%. അപ്പോൾ സ്ത്രീകളുടെ ഒരു തൊഴിലവസരങ്ങൾ അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പദ്ധതികൾ എന്ന് പറയണത് വെറും 20 തുടങ്ങി 25% മാത്രമാണ്. അതിലേറ്റവും പ്രധാനം തൊഴിലുറപ്പാണ്. ഇപ്പോൾ തൊഴിലുറപ്പിന് 90% കേന്ദ്രവും 10% സ്റ്റേറ്റ് എടുക്കുന്നിടത്ത് ഇപ്പോൾ 60-40 അപ്പോൾ സ്റ്റേറ്റുകൾക്ക് അതൊരു ബാധ്യതയാവില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ തൊഴിലുറപ്പിനെ അത് ബാധിക്കും. രണ്ടാമത് ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്ന് പറഞ്ഞ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനാണ്. അപ്പോൾ അതിൽ ആജീവിക മിഷൻ എന്ന് പറഞ്ഞിട്ട് ഈ 2 മാത്രമേ കാര്യമായി കാണുള്ളൂ. MSMEക്കൊക്കെ സ്ത്രീകളുടെ സെക്ടറിൽ സ്ത്രീകൾക്ക് മാറ്റിവെക്കുന്ന തുക വളരെ കുറവാണ്. അപ്പോൾ എനിക്കെപ്പോഴും ഞാനിങ്ങനെ സ്ത്രീകളുടെ സംരംഭം കാണുന്നതുകൊണ്ട് വെറും തുക മാറ്റി വെച്ചത് കൊണ്ടൊരു സ്ത്രീക്ക് സംരംഭകയാവാൻ പറ്റില്ല. വേറെ കുറേ ഞാൻ ആശിച്ചു പോവാണ്. ഇപ്പോൾ ഇവർ കോർപ്പറേറ്റ് മിത്ര എന്ന് ഉണ്ടാക്കിയ നല്ല കാര്യം കേട്ടോ. കോർപ്പറേറ്റ് മിത്ര എന്ന് പറയുന്നത് കംപ്ലയൻസിന് MSMEക്കാർക്ക് കംപ്ലയൻസിന് ഹെൽപ്പ് ചെയ്യാനാണ്. പക്ഷെ കംപ്ലയൻസ് മാത്രമല്ല, ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, ക്വാളിറ്റി കൺട്രോൾ, ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇതെല്ലാം വേണം ഒരു MSME നിലനിന്ന് പോകാൻ. അപ്പം അങ്ങനൊരു കോംപ്രിഹെൻസീവ് സപ്പോർട്ട് സ്ത്രീകൾക്ക് കൊടുക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. തുടങ്ങാൻ എളുപ്പമാണ്. ഇപ്പോൾ എല്ലാ സ്കീമുകളും ട്രെയിനിങ് കൊടുക്കുക, പണം കൊടുക്കുക. അതുകൊണ്ടൊരു സംരംഭം ഉണ്ടാവും, പക്ഷെ അത് നിലനിൽക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഈ കോർപ്പറേറ്റ്, എൻ്റെ മനസ്സിൽ കോർപ്പറേറ്റ് മിത്ര എന്ന് പറയുന്നത് തൽക്കാലം Tier 1, Tier 2 സിറ്റീസിന് മാത്രമാണ്. അത് എല്ലാ റൂറൽ ഏരിയയിലും കൂടെ വേണം. 1, 2 അവരുടെ ഇത് കംപ്ലയൻസ് മാത്രമല്ല, സ്ത്രീകൾക്കെങ്കിലും MSMEകൾക്ക് എന്താ വെച്ചാൽ സ്ത്രീകൾ കുട്ടികളെയും ഇവർ വീട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടിയുണ്ട്. 6 മണിക്കൂർ അവർ വേറെ ഇതിനു വേണ്ടി പണിയെടുക്കുകയാണ്. അപ്പോൾ ആ 6 മണിക്കൂർ അവർക്ക് ആണുങ്ങളെക്കാട്ടിലും ശരാശരി 4 മണിക്കൂർ എക്സ്ട്രാ. ആ 4 മണിക്കൂർ ഇവർക്ക് നഷ്ടപ്പെട്ടു പോവാണ്. ആ 4 മണിക്കൂർ അവരെ കോമ്പൻസേറ്റ് ചെയ്യാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പം അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവണം എന്നായിരുന്നു. അത് കണ്ടില്ല. പക്ഷേ അല്ല, എൻ്റെ മെയിൻ നിരാശ ഇതാണ്. സ്ത്രീകൾക്ക് ജോലിയിലും സംരംഭകത്വം വന്നാൽ ഇത് പോരാ. നമ്മൾ ആശിച്ചുകൊണ്ട് മാത്രം പോരാ. ആശിക്കാനുള്ള ഈ മറ്റ് സാഹചര്യങ്ങൾ എന്ന് നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ സപ്പോർട്ട് സിസ്റ്റംസ് അത് ഞാൻ കണ്ടില്ല. അതാണ് എൻ്റെ ഒരു വലിയൊരു നിരാശയുള്ളത്. Subscribe to One India and never miss an update.